നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് മയൂരി ലക്ഷ്മിയമ്മയെ വിളിക്കുകയാണ്. അപ്പൊ ലക്ഷ്മിയമ്മ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് കുറെ സമയം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ വന്നില്ല. എന്തായിരിക്കും അമ്മ ഇത്ര താമസിക്കുന്നേ? ഒരു പക്ഷേങ്കില് തന്റെ അപ്പച്ചി പറയുന്ന പോലെ അമ്മയുടെ മനസ്സിൽ എന്തെങ്കിലും രഹസ്യം കാണുമോ അച്ഛനോട് പറയാത്തെ? ഏയ്, അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുന്നവളല്ല തന്റെ അമ്മ. അപ്പച്ചിക്ക് ഇപ്പോഴും അമ്മയോട് വൈരാഗ്യം തന്നെയാണ്. അച്ഛന്റെ ജീവിതത്തിലേക്ക് അമ്മ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പച്ചിക്ക്. അതുകൊണ്ടായിരിക്കും അപ്പച്ചി ഇങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. താൻ ജനിച്ച കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യം എന്നും എന്നും അമ്മയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അമ്മ എവിടെ പോയാലും എന്ത് ചെയ്താലും കുറ്റം. പക്ഷെ അച്ഛൻ പാവമായതുകൊണ്ട് മാത്രം അപ്പച്ചി ഇപ്പോഴും വീട്ടിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഓർത്തപ്പം മയൂരിക്ക് നല്ല ദേഷ്യമായിരുന്നു. അതേസമയം ഇന്ദ്രന്റെ മനസ്സിലേക്ക് ചില ചിന്തകൾ വരുന്നുണ്ട്. എങ്ങനെ സേതുവിനെ പല്ലവിയെ പൊന്നും മടത്തി നിന്ന് അടിച്ചോടിക്കണം. എന്തായാലും പരിപാടി ചെയ്തേ മതിയാവുള്ളൂ. എന്താ ചെയ്യണ്ടേ? അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ തനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. താൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോ ആ പല്ലവി എന്ന് പറയുന്നവളുടെ മുഖം കാണണം. അതോടൊപ്പം തന്നെ അവളെ ഏട്ടത്തിയമ്മ എന്ന് വിളിക്കണം പോലും. തന്റെ പട്ടി വിളിക്കും അവളെ ഏട്ടത്തിയമ്മയെന്ന്. അതിനവള് തന്റെ ഏട്ടത്തിയമ്മയൊന്നും അല്ല. അവള് പല്ലവി പല്ലവി തന്നെയാ. ഇന്ദ്രന്റെ മനസ്സിൽ ഇങ്ങനെ വൈരാഗ്യം മൂത്ത് വന്നോണ്ടിരിക്കുക. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഇന്ദ്രന്. എങ്ങനെ ഈ കുടുംബത്തിൽ നിന്ന് അവരെ വേർപ്പിച്ച് വിടണം, അങ്ങനെ ഒരു തക്കം പാർത്തിരിക്കുക ഇന്ദ്രൻ. പക്ഷെ ഇന്ദ്രന്റെ അതൊക്കെ വെറും സ്വപ്നങ്ങൾ മാത്രമാണെന്നുള്ള കാര്യം പല്ലവിക്കും സേതുവിനും അറിയാം. ഒരിക്കലും നടക്കാൻ പോകാത്ത സ്വപ്നങ്ങൾ അത്. അത് പല്ലവി വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രനോട്. നീ ഇനിയിപ്പൊ എന്തൊക്കെ തലയും കുത്തി കിടന്ന് മറന്നെന്ന് പറഞ്ഞാലും ഞാനും സേതുവേണ്ണ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നില്ല. ആകാശം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും പോവില്ല. അത് ഋതുവിനെ വെല്ലുവിളിച്ച് പറഞ്ഞ കാര്യ. കുറെ സമയം കഴിഞ്ഞപ്പോ പല്ലവിയെ സേതുവിനെ പൂർണിമ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. പൂർണിമ വിളിച്ച് വെറുതെ ആയിരുന്നില്ല. പല്ലവിക്ക് നല്ലൊരു സാരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. അച്ചു അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് അച്ചു പറഞ്ഞു, എങ്ങനെയുണ്ട് പല്ലവി ചേച്ചി, ഈ സാരി നോക്ക്, കണ്ടില്ലേ, അടിപൊളിയല്ലേ കാണാനായിട്ട്. ദേ അമ്മ ചേച്ചിക്ക് വേണ്ടി സെലക്ട് ചെയ്തോണ്ട് വന്നതാ. അത് കേട്ടപ്പം പല്ലവി, എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അതെ മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. മോൾക്ക് ഞാനൊന്നും വാങ്ങി തന്നില്ലല്ലോ. ആ സമയമാണ് ഇന്ദ്രന്റെ വരവ് അങ്ങോട്ടേക്ക്. ഇന്ദ്രൻ കണ്ടത്, ഓഹോ, മരുമോൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് മരുമോളെ അങ്ങ് സമാധാനിപ്പിച്ച് തൃപ്തിപ്പെടുത്തുക. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ തന്നെ ഇത് ഋതുവിനോട് പോയി പറയണം. എന്നിട്ട് ഇവിടെ ഒരു കലഹം ഉണ്ടാക്കാം എന്നൊരു ചിന്തയോടുകൂടി ഇന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് ചെന്നു. ഇന്ദ്രൻ മുറിയിലേക്ക് എന്ന് ഋതുവിനോട് പറഞ്ഞു, ഋതു, നീ ഇവിടെ നടക്കുന്ന വല്ല കാര്യം അറിയുന്നുണ്ടോ? എന്ത്? നിന്റെ അമ്മയുണ്ടല്ലോ, അമ്മയ്ക്ക് എന്തൊക്കെ പറഞ്ഞാലും സേതുവിനോടും പല്ലവിയോടും സ്നേഹക്കൂടുതല്. സേതുവിനോടും പല്ലവിയോടും, അതെ, അവരുടെ സ്നേഹക്കൂടുതല്. അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു. എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിച്ചു കൊടുക്കുന്നേ. നിനക്ക് ഇങ്ങനെ എന്തേലും വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ടോ? എനിക്ക് എന്തേലും വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. മരുമോൾക്ക് വേണ്ടി അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മരുമോനായി എനിക്കും എന്തേലും വാങ്ങിച്ചു തരണ്ടേ? ഞാൻ നിന്റെ ഭർത്താവല്ലേ? അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ജിത്ത് എന്തൊക്കെയാ പറയണേ? ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവില്ല. നീ ഒന്ന് താഴേക്ക് ചെന്ന് നോക്ക്. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യല്ലേ. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാന്ന്. ഈ കുടുംബത്തിലെ രണ്ട് തരമാണ് മരുമോളോടും മരുമോനോടും കാണിക്കുന്നത്. എന്നെ എല്ലാവർക്കും കണ്ണെടുത്താ കാണത്തില്ല. ഓ, ഞാൻ സൈക്കോ മൈൻഡ് ആണെന്നല്ലേ എല്ലാരും പറയണേ. ജിത്ത് ഇങ്ങനെയൊന്നും പറയരുത്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നീ പറയണ്ട. പക്ഷേ ഈ കുടുംബത്തിലുള്ളവർക്കൊന്നും എന്നെ ഇഷ്ടമില്ല. എന്നെ ഈ കുടുംബത്തിൽ നിന്ന് ഓടിച്ചു വിടാനായിട്ടാ എല്ലാവരും ശ്രമിക്കണേ. അത് കേട്ടപ്പോ ഋതുവിന് സങ്കടം ദേഷ്യം. ഋതു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇന്ദ്രൻ തന്നെ വെറുതെ ഇളക്കി വിടാൻ പറയുന്നതാന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധം വിവരം പോലും ഋതുവിനില്ലാതായി. ഋതു ചവിട്ടി കുലിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോ സാരിയുടെ ഭംഗിയൊക്കെ കണ്ട് പല്ലവി സേതുണ്ട്, പൂർണിമയും അച്ചു അടുത്ത് തന്നെയുണ്ട്. അങ്ങനെ അവരതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് സംസാരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഋതുവും ഇന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരണേ. പിന്നീട് ഋതു വന്നിട്ട് ചോദിച്ചു, ഇതെന്താ അമ്മേന്ന് ചോദിക്കുക. ഇതോ, ഞാന് പല്ലവിക്ക് വേണ്ടി വാങ്ങിയതാ മോളെ, എങ്ങനെയുണ്ട്, നല്ലതാണെന്ന് നോക്ക്. കൊള്ളാലോ, അമ്മയാള് കൊള്ളാലോ. അല്ല, എനിക്കിതിനായിട്ട് അമ്മയൊന്നും വാങ്ങിച്ചു തന്നില്ലല്ലോ. വാങ്ങിച്ചു തന്നില്ലല്ലോ? നീ എന്തൊക്കെയാ മോളെ പറയണേ? പല്ലവി ഇന്നലെ വന്നല്ലേ ഉള്ളൂ, അവൾക്ക് വേണ്ടി ഞാനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലോ. ഓ, അങ്ങനെയാണെങ്കിൽ ജിത്ത് വന്നിട്ട് ഇത്ര നാളായി, ജിത്തിന് വേണ്ടി അമ്മ എന്തെങ്കിലും ഇതിനായിട്ടും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്തോ? ഇല്ലല്ലോ. ഇതിനു മുമ്പേ വന്നാണല്ലോ ജിത്ത്. ഞങ്ങളുടെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞ്. അത് കേട്ടപ്പം പൂർണ്ണമയ്ക്ക് എന്ത് മറുപടി പറയണമെന്നറിയില്ല. ആ സമയം ഋതു പറഞ്ഞു, ഇത് ഒരു കാരണവശാലും പാടില്ലായിരുന്നമ്മേ, ഇത് കുറച്ച് കഷ്ടമുണ്ട്. രണ്ടു പേർക്കും രണ്ട് നീതി.
അപ്പം അമ്മയ്ക്ക് എന്നെ വേണ്ടല്ലേ, അമ്മയുടെ മോളല്ലേ ഞാന്. അത് കേട്ടപ്പോ പല്ലവിക്ക് മനസ്സിലായി ഇതെല്ലാം ഇന്ദ്രന് ഇളക്കി കൊടുത്തോണ്ട് വരുന്നതാണ്. ഇതിന്റെ പിന്നിൽ ഇന്ദ്രനാണ്. അവനാണ് ഋതുവിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചാട്ടെ കയറ്റുന്നത്, കുടുംബത്തിൽ കലഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം തന്നെ പൂർണ്ണാമേനെ എല്ലാവരും തമ്മിലടിപ്പിക്കണം, തന്നോടുള്ള സ്നേഹം പൂർണ്ണാമയ്ക്ക് കുറയണം, അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പരിപാടി അത്. അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ ഇതെങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പല്ലവി പറഞ്ഞു, ഋതു നീ ഇങ്ങനെ പറയരുത്, നിനക്കൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലേ? എന്ത്? സേതുവേട്ടനും പൂർണ്ണാമയും ഒക്കെ നിനക്ക് വാങ്ങിച്ചു തന്നിട്ടില്ലേ? എന്ത് വാങ്ങിച്ചു തന്നിട്ടെന്ന്? എടി നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് കിലോ കണക്കിന് ആ ഫ്രൂട്ട്സും എന്ന് വേണ്ട സ്വീറ്റ്സ് ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു തരാൻ ഞാനിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ പലപ്പോഴും വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സേതുവിന്റെ വീതമാണെങ്കിലും പൂർണ്ണാമ്മയുടെ വീതമാണെങ്കിലും എല്ലാം വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ട്. പക്ഷേങ്കില് നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന നീ നിൽക്കുന്നവൻ നിനക്ക് ഇന്ന് വരെ ഒരിത്തിരി നട്ട്സോ അങ്ങനെ എന്തേലും ഒരു പിടി നട്ട്സ് എങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതീ നിൽക്കുന്ന ഇന്ദ്രന്റെ തന്നെ കുഞ്ഞല്ലേ? എന്നിട്ടോ ആ കുഞ്ഞിനോ നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഋതു നാണം കെട്ടുപോയി. അതുപോലെ തന്നെ ഇന്ദ്രൻ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊരവസ്ഥയായിപ്പോയി ഇന്ദ്രന്. കാരണം ഋതുവിനെ ഒന്ന് ഇതാക്കാൻ നോക്കിയതാ, പക്ഷെ അതൊന്നും നടന്നില്ല. അവസാനം ഇന്ദ്രനിട്ട് തന്നെ കൊള്ളുകയും ചെയ്തു. ഋതു ഒന്നും മിണ്ടാ നിൽക്കുമ്പോ അച്ചു പറഞ്ഞു, അല്ല പല്ലവി ചേച്ചി പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലേ, എന്താ അതിൽ തെറ്റിരിക്കണേ? 100% കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ തന്നെ വേണം പറ പല്ലവി ചേച്ചി. എന്തോരം മേടിച്ചു കൊടുത്താൽ നിനക്ക് നാണമില്ല ഋതു ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? ഇത്രയെങ്കിലും നാണം ഉണ്ടായിരുന്ന നീ ഒരിക്കലും ഇങ്ങനെ പറയില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ഋതുവിന്റെ മുഖം കുനിഞ്ഞു. എന്ത് പറയാൻ പറ്റും? ഋതു ആകപ്പാടെ ശരിക്കും ചമ്മിപ്പോയി. അപ്പോഴേക്കും ഇന്ദ്രനെ ഋതു നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇന്ദ്രന്റെ പിന്നാലെ അങ്ങോട്ട് പോയി. പല്ലവി വിട്ടില്ല. പല്ലവി ഇന്ദ്രന്റെ പിന്നാലെ അങ്ങോട്ട് ചെന്നു. ഋതു മുറിയിലേക്ക് അങ്ങോട്ട് കയറി കഥ അടച്ചു. പല്ലവി നെട്ടിച്ചു. നടന്നില്ലല്ലേ? എന്നെയും പൂർണിമാമേനെയും ഞങ്ങളെയൊക്കെ ഒന്ന് തെറ്റിക്കാൻ വേണ്ടി നോക്കിയതാ. അത് നടക്കാത്തതുകൊണ്ട് വിഷമായിരിക്കില്ലേ? എടാ ഇന്ദ്ര, നീ ഇനിയിപ്പൊ പഠിച്ച പണി 18 നോക്കിയാലൊന്നും നടക്കാൻ പോകുന്നില്ല, അറിയാലോ. ഇനി ഞാൻ ചെയ്തോണ്ട് ഇവിടെ തന്നെ ആയിരിക്കും കഴിയുന്നത്. നീ ഈ കുടുംബത്തിൽ നിന്ന് പോയാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. എടിയോ അത് നിന്റെ ഭാര്യയെ വിളിച്ചാൽ മതി, എന്നെ വിളിക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ, എടി വാടി പോടിന്നൊക്കെ. അതും പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് പോയി. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം സേതുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ ക്ഷേത്രത്തിലേക്ക് ചെല്ലാനായിട്ടാണ് ലക്ഷ്മിയമ്മ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോയി. ലക്ഷ്മിയമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. ലക്ഷ്മിയമ്മ കണ്ടപ്പം സേതുവിനും പല്ലവിക്ക് സന്തോഷമായി. അവരങ്ങനെ അടുത്തേക്ക് ചെന്നപ്പം ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറയണ. സേതുവിന്റെ മടി ഉണ്ടായിരുന്നു മുമ്പത്തെപ്പോൾ എന്തെങ്കിലും പറയുമെന്നോ, പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. പിന്നീട് സേതുവും പല്ലവിയും കൂടെ ലക്ഷ്മിയമ്മയുടെ കാലത്തൊട്ട് വീണ് അനുഗ്രഹം വാങ്ങിക്കുക. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് കാണുന്നല്ലേ സ്വന്തം പെറ്റമ്മേ. ലക്ഷ്മിയമ്മ പറഞ്ഞു, സർവ്വത ഐശ്വര്യത്തോടും കൂടി ജീവിക്കും. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കൂടണമെന്ന്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അതൊന്നും സാരമില്ല അമ്മേ, ഞങ്ങൾക്കത് കുഴപ്പമൊന്നുമില്ല. സേതുവിന്റെ വിഷമം ഉണ്ടായിരുന്നു അന്ന് വന്നു കണ്ടപ്പോൾ. ഇനി ഒരിക്കലും അമ്മയെ കാണാൻ വരില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാ സേതുവേണ്ണ ആദ്യം ഒരു മടി കാണിച്ച് അമ്മയെ കാണാൻ വരാനായിട്ട്. അതൊന്നും കുഴപ്പമില്ല, അവന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്. ഞാനും എൻ്റെ മോനോട് കുറെ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു അമ്മ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തേ. അപ്പോഴേക്കും സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സേതു പറഞ്ഞു, അല്ലമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയോ? എന്താ? അല്ല, അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകാനുള്ള സാഹചര്യം എന്താ? അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്? അമ്മ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്നേ, എന്തുകൊണ്ടാണ് എന്നെ കാണാൻ അമ്മ വരാത്തെ? ഞാൻ കാണാൻ വരണ്ടെന്നും അമ്മ പറയുന്നതിന്റെ കാരണം എന്താ? എനിക്കത് അറിയണം. എന്താ അന്ന് സംഭവിച്ചെന്നുള്ള അതറിഞ്ഞാൽ മാത്രമേ എനിക്കിനിയിപ്പം സമാധാനമാവത്തുള്ളൂ. അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞ് ആ രഹസ്യം പറയാൻ തുടങ്ങുകയാണ്. അപ്പൊ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം ഒടുവില് പല്ലവിയുടെ സേതുവിന്റെ മുന്നില് പറയുവാണ്. അതെന്താന്നുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരാട്ടോ. ഇത്രയും കാലം എന്തുകൊണ്ടാണ് ലക്ഷ്മിയമ്മ സേതുവിനെ വേണ്ടതെന്ന് വെച്ചാൽ, അല്ല സേതു തന്റെ അരിയിലേക്ക് വരണ്ട, സേതുവിനെ പോലെ തനിക്കൊരു മകനില്ല എന്ന് എല്ലാവരുടെ മുന്നിൽ, തന്റെ ഭർത്താവിന്റെ മുന്നിലും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോടെ നിർത്തുന്നു. നന്ദി.